ഞാൻ പറഞ്ഞ എന്താ, ഈ ചിട്ടപ്പെടുത്തി കസേര വന്നിരിക്കുന്നു, ആ ഷർട്ടൊന്നും ഒട്ടയാതെ വന്നിരിക്കുന്നു, തേച്ച് മട്ടക്കിയ ഷർട്ട് പോകുമ്പോൾ ഒന്ന് ചുളുങ്ങാതെ എഴുന്നേറ്റ് പോകുന്നു, അത് അതുപോലെ ഹാങ്കറിയിട്ട് അടുത്ത ദിവസം ഒന്നുകൂടെ കൊണ്ടുവന്നു. ഇങ്ങനൊന്നും ആരാധനയ്ക്ക് വരരുത്. ആരാധനയ്ക്ക് വന്നാൽ ആ ഷർട്ട് പിന്നെ ഒന്നിനും കൊള്ളരുത്. കാരണം അത് വേർത്ത് കുളിച്ചൊക്കെ പോകണമെന്ന് കരമട്ടിച്ച് ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ച്. ആരാധനയ്ക്ക് വന്നത് പിന്നെ അടുത്ത ദിവസം കല്യാണത്തിന് ഇടാൻ കൊള്ളാതെ പോകണം. എന്താ കാര്യം? ആരാധനയ്ക്ക് വന്ന ഒരു ഓർഡറൊക്കെ ഈ വലിയ സ്റ്റൈലൊന്നും ആരാധനയ്ക്ക് വരരുത്. സ്റ്റൈലൊന്നും ഇല്ലാതെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അവർ പുതുവീഞ്ഞ് കുടിച്ച പോലെ തോന്നി. മടങ്ങി വരട്ടെ പ്രിയരെ. ചിട്ടപ്പെടുത്തിയ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ പോലും, പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ പോലും ഇന്ന് പ്രിയരെ ചിട്ടപ്പെടുത്തിയ ഒരു ആരാധന ക്രമത്തിൽ ഉടയാതെ എഴുന്നേറ്റ് പോകുന്നവോ ഇന്ന് പകരി പറയട്ടെ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ പുതുവീഞ്ഞ് കുടിച്ചതുപോലെ ആകുകയാണ്. എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലൊന്ന് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച്. സ്വോത്രം 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 സ്വോത്രം. അർക്ക ദിക നഗദന ശബന ഹദന റിഗല ഹംദ രഗജ റബന ഹദന റിഗന ശഗനെ ഉഡ ബന ദര ദിക നഗദന ഹത്തന റിഗനെ ശഗനെ രഗനെ ഹംദനെ. നമ്മുടെ സ്റ്റൈലെല്ലാം ഒന്ന് പോട്ടെ. നമ്മുടെ ആ ഒരു ഭയങ്കര വെസ്റ്റേൺ സ്റ്റൈലെല്ലാം ഒന്ന് പോയിട്ട് വലിയ കുടുംബത്തിലാണെന്നുള്ള ഭാവമൊക്കെ മാറിയിട്ട് നമ്മുടെ ആ വലിയ മാന്യതയൊക്കെ ഒന്ന് വിട്ട് ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഈ പകലിൽ സ്തുതിയും ആരാധനയും ഉയരട്ടെ. പുതുവീഞ്ഞ് കുടിച്ചു. അവർക്കിതാകും, എനിക്കിതാകത്തില്ല. കാരണം ഞാൻ ഇച്ചിരി ഹൈ ക്ലാസ് ആണ്, ഹൈ കാസ്റ്റാണ്, വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അന്നൊന്നും ചിന്തിക്കാതെ 120 പേർക്കും എന്റെ ദൈവമേ, ചിട്ടപ്പെടുത്തി വെച്ച ആരാധനാക്രമങ്ങളെല്ലാം മാറട്ടെ. സിമ്പിൾ ഫെയ്ത്തോടെ ദൈവം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ രാജാവ് മൽക്കീസേദെക്ക് അബ്രഹാം 318 അഭ്യാസങ്ങളുമായിട്ട് പോയിട്ട് ജയിച്ചു വന്ന അബ്രഹാം എന്തോ എന്നറിയാമോ? മൽക്കീസേദെക്കിന് എന്ത് കൊടുത്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ഗുണം എന്തുണ്ടായി? 24-1 നോക്കണം. അതാ ഗുണം. ഉൽപ്പത്തി 24-1. സ്നേഹം എടുക്കുന്നതല്ല, സ്നേഹം എന്ത് ചെയ്യുന്ന? കൊടുക്കുന്നതാണ്. 24-1. അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. യഹോവ അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചു? സകലത്തിലും. ഉറക്കെ പറഞ്ഞേ. സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. സകലത്തിലും. എന്താ കാര്യം? 14-ാം അധ്യായത്തിൽ എന്ത് കൊടുത്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സകലത്തിലും ദശാംശം കൊടുത്ത് അബ്രഹാമിനെ ദൈവം എന്തോ ചെയ്തു? സകലത്തിലും അനുഗ്രഹിച്ചു. 10 അധ്യായം കഴിഞ്ഞ് വയസ്സായി. പക്ഷേ എന്തോ ഉണ്ടായി? സകലത്തിലും അനുഗ്രഹം ഉണ്ട്. അപ്പോൾ സകലത്തിലും അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സകലത്തിലും എന്ത് കൊടുക്കണം? ദശാംശം എവിടെ കൊടുക്കണ്ടേ? മലക്ക് പ്രവചനത്തിൽ കാണുന്നു, നിങ്ങളുടെ ദശാംശം എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ കൊണ്ടുവരണം. ഏതാലയത്തിൽ? നിങ്ങളുടെ ആലയം ഏതാണ്? വ്യക്തിപരമായി നിങ്ങളെ ആക്കി വെച്ച ആലയം ഏതാണോ അവിടെ ആയിരിക്കണം എന്ത് കൊണ്ടിരുന്നത്? ദശാംശങ്ങൾ. പക്ഷേ ഇപ്പം ഈ മനുഷ്യരെ, ഞാനൊരു പാസ്റ്ററായെന്ന് പറയുകയാണേ, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. ഞാൻ പാസ്റ്ററായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ചർച്ചയിൽ വിളിക്കുകയാണെങ്കിൽ പാസ്റ്റേഴ്സിനെ വിളിക്കത്തുള്ളൂ. പാസ്റ്ററായിരിക്കുന്നവരെ വിളിച്ച ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചർച്ചിൻ്റെ പെയിൻ അറിയാം. അവരൊക്കെ ഒത്തിരി പെയിൻ കണ്ടെത്തവരാ. അല്ല, ഒരു ദിവസം കൊണ്ടൊന്നും ഒരു സഭ ഉണ്ടാകത്തില്ല. ഉണ്ടാവും. ഒത്തിരി പോസ്റ്റും കരഞ്ഞും പ്രാർത്ഥിച്ചും കൊട്ടുകൊണ്ടും ഇടികൊണ്ടും ചവിട്ടുകൊണ്ടും വേദനിച്ചും ഒക്കെയാണ് ഒരു സഭയുണ്ടാകുന്നത്. അപ്പം സകലത്തിന് ദശാംശം കൊടുത്തു. ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് ദശാംശം എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ കൊണ്ട്. ദൈവവചനം പഠിപ്പിക്കും. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവന് സകലത്തിന് എന്ത് കൊടുക്കണം? ഓഹരി കൊടുക്കണം. അതാണ് പുതിയ നിയമത്തിൽ ദശാംശം പോലും അല്ല. പിന്നെ എന്താണ്? ഓഹരി. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഓഹരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ
ഭാര്യയും ഭർത്താവും 3 മക്കളും എത്ര പേരായി? 5 പേരായി. 6ാമത് ഒരാളൂടെ. ആരാണ്? ദൈവദാസൻ. അതാണ് നിങ്ങളുടെ എല്ലാ വരുമാനത്തെയും പാസ്റ്ററെ കൂടെ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്നിട്ട് ഒരു പങ്ക് ആർക്ക് കൊടുക്കണം? ദൈവദാസൻ കൊടുക്കണം. അതിൻ്റെ പേരാണ് എന്ത്? ഓഹരി. ആമേൻ പറയാമോ? ആമേൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇപ്പം പലരും ചെയ്യുന്ന, ഞാൻ ഒരു പാസ്റ്ററാണ്, പലരും ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇതെനിക്ക് എൻ്റെ സഭയിൽ പറയാനൊക്കത്തില്ല. എൻ്റെ സഭയിൽ വേറെ ആരെങ്കിലും വന്ന് പറയും, ദൈവം ആരെങ്കിലുമൊക്കെ അയക്കും. കാരണം ഞാനവിടെ പറഞ്ഞാൽ അത് വേറെ ഒന്നായി. പക്ഷേ എൻ്റെ പപ്പ പഠിപ്പിക്കായിരുന്നു. ഇപ്പോൾ എന്നെ പറയുന്നത് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവസന്ധി കണക്ക് പറയേണ്ടി വരും. ദശാംശം എന്ന് പറയുന്ന ഒരു കേക്കാന്ന് വെച്ചു, ഒരു ബർത്ത്ഡേ ഒരു ഫുൾ കേക്ക്, നല്ല ഒരു കേക്ക് കൊണ്ടുവന്ന് വെക്കും. ആ കേക്കാണ് നിങ്ങളുടെ ദശാംശം എന്ന് വെച്ചു. നമ്മളെന്തോ ഈ കേക്ക് കിട്ടുന്ന ഉടനെ ചവിട്ടി മൊത്തം എടുത്ത് കൊടുക്കുമോ അതോ മുറിച്ച് കൊടുക്കുമോ? മുറിച്ച് കൊടുക്കും. ഇതുപോലാണ് പലരും ചെയ്യുന്നത്. ദശാംശം എന്ന കേക്കിനെ എടുത്തിട്ട് മുറിക്കും. അതിൻ്റെ ഒരു മുറി എടുത്ത് വടക്കേ ഇന്ത്യയിലെ വേല, ഒരു മുറി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്ന 2-3 പേരുണ്ട്, അവർക്കെല്ലാം ഓരോ കൊച്ചു മുറി. പിന്നെ ക്യാൻസറായിട്ട് കിടക്കുന്ന ഒരു ആൻറ്റിക്ക് ഒരു മുറി, ഡയാലിസിസ് കിടക്കുന്ന ഒരു മുറി. നമുക്ക് ഭയങ്കര ദശാംശം എന്ന കേക്കിനെ എന്ത് ചെയ്തു? മുറിച്ച് കൊടുത്തു. അവസാനം ഒരു മുറിയുമായിട്ട് എവിടെ വരും? ആലയത്തിൽ വരും. അങ്ങനെ മുറി കൊണ്ടുവരേണ്ട സ്ഥലമല്ല ഇവിടെ ആലയം. നിങ്ങളുടെ ദശാംശം എന്ന കേക്കിനെ നിങ്ങൾ മുറിച്ച് പങ്ക് വെക്കരുത്. ദശാംശം എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ പങ്ക് വെക്കണോ? അതിനർത്ഥം മിഷന് കൊടുക്കരുതെന്നാണോ? അല്ല, അത് എപ്പാർട്ട് ഫ്രം ദ ദശാംശമാണ്. എന്നെ ഒരു മനുഷ്യൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ആഫ്രിക്കനാ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. എഴുതിയിട്ടോ? ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ, എല്ലാവരും ഇപ്പം പറയുന്ന ടൈറ്റാ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. അപ്പം ടൈറ്റ് എന്ന കേക്കിനെ എന്ത് ചെയ്യാൻ പാടില്ല? മുറിക്കാൻ പാടില്ല. വടക്കേലേക്ക് കൊടുക്കണോ? കൊടുക്കണം. അത് പക്ഷേ ഈ കേക്കിൽ നിന്ന് കൊടുക്കരുത്, വേറെ കേക്കിൽ നിന്ന് കൊടുക്കണം. വീട്ടിൽ വരുന്ന ഉപദേശിക്ക് പൈസ കൊടുക്കണോ? ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. ഒരു ഉപദേശിയും കരഞ്ഞുകൊണ്ട് പോകരുത്. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മയുണ്ട്. ആത്മാർത്ഥതയോട് പറയുക, പ്രാഗൽഭ്യത്തോട് പറയും. എൻ്റെ അമ്മ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഇഷ്ടമാണ്. എല്ലാ അമ്മമാരെ പോലെ ഒത്തിരി ബലഹീനത ഉണ്ട്. ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയ അമ്മയാണെങ്കിലും അമ്മായിമ്മയായിരുന്നു. ഇവിടെ വരുമ്പോഴാണ് എല്ലാവരും ആരാകും? അമ്മായിമ്മയാകും. അതാണ് വിഷയം. എന്നാൽ പോലും എൻ്റെ അമ്മ വലിയ അമ്മയായിരുന്നു. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എൻ്റെ അമ്മയുടെ ബ്ലൗസിനകത്ത് എപ്പോഴും പൈസ കാണുമായിരുന്നു. പഴയ അമ്മമാരുടെ എല്ലാം പൈസ എവിടാ? എല്ലാവരുടെയും പേഴ്സ് എവിടാ? ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതാണ് അമ്മ അല്ലേ? ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ IT ജോലി ചെയ്യുന്ന IDU എന്ന് പറയുന്ന പെണ്ണിൻ്റെ കാര്യമല്ല, അമ്മയുടെ കാര്യമാണ് പറയും. നിങ്ങൾക്കൊക്കെ അമ്മയില്ലായിരുന്നോ? അമ്മയുടെ കൈ പൈസ ഇല്ലായിരുന്നോ? എവിടെ ആയിരുന്നു? ഇവിടെ കാത്തു വെക്കും, ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതവിടെ ഇരുന്നോളൂ. എൻ്റെ അമ്മയുടെ അവിടെ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ എന്തിനാണെന്നറിയാവോ? പപ്പ വീട്ടിൽ കാണത്തില്ല, ഞങ്ങൾ കാണത്തില്ല. ചില്ലറ മാറി 100, 150, 200 ഇങ്ങനെ പാത്ത് വെക്കും. എല്ലാ വരുന്നവർക്ക് ഉപദേശിമാർക്ക് കൊടുക്കാൻ വേണ്ടി. എൻ്റെ അമ്മയെ കാണാൻ എല്ലാ മാസവും കുറഞ്ഞത് 50 ഉപദേശിമാർ വരുമായിരുന്നു. അതിൻ്റെ അനുഗ്രഹം എനിക്കുള്ളത്. പക്ഷെ അതൊക്കെ വേറെയാണ്. അതൊന്നും എവിടെ പെടരുത്. അമ്മ ഇഷ്ടമുള്ള പിള്ളേരെ കാണുമ്പോൾ പൈസ ഇടാ, എനിക്കിത് പൈസ തന്നെ. ഭയങ്കര സാന്ദ്രമുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോയി. അവരെല്ലാം കൊണ്ട് അമ്മയ്ക്ക് പൈസ കൊടുക്കും. അപ്പം അറിയാതെ കൊടുക്കും. അത് മേടിച്ച് വെച്ചിട്ട് അമ്മ ചേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചേക്കും ഉപദേശിമാർക്ക് കൊടുക്കാൻ. ആര് വന്നാലും അമ്മയെ കാണാൻ വേണ്ടി സ്ഥിരം വരുന്നവരുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര അവർ പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ പിന്നെ ആ മാസം കുശാലാന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അമ്മമാർ ഉപദേശിമാരുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും മാസവും വരുന്ന ഉപദേശിമാർ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ അതല്ല എപ്പാർട്ട് ഈ ദശാംശമല്ല. ഇതൊന്നും സബ്സ്റ്റിറ്റ്യൂട്ടല്ല. എന്തിനാ? ദശാംശം എന്ന. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദശാംശം എന്ന കേക്കിനെ പീസാക്കല്ലേ, എഴുതിയിട്ടൊന്നേ കൊണ്ട് അതൊന്നും എഴുതത്തില്ല. അല്ലോസ് പാരക്ലറ്റോസ് ഒക്കെ എഴുതി, ഗ്രീക്കൊക്കെ അറിയാൻ വയ്യത്തല്ല എഴുതിയിടും. വലിയ ദശാംശം എന്ന കേക്കിനെ എന്ത് ചെയ്യരുത്? മുറിക്കരുത്. ആ കേക്ക് അതുപോലെ ഇവിടെ വരട്ടെ, ആലയത്തിൽ വരട്ടെ. സ്വതന്ത്രം ചെയ്തേ ആലയത്തിൽ. അപ്പം നമ്മൾ പറയും ആലയത്തിൽ അവിടെ ഉണ്ട്, അവിടെ ഇല്ല, അവിടെ ഇല്ലയോ ഇവിടെ ഇല്ലയോ എന്നുള്ളതല്ല. അവിടെ കൊടുക്കണം. പക്ഷെ അത് നിങ്ങളുടെ ദശാംശത്തിൽ നല്ല കൊടുക്കേണ്ടത്. ദശാംശമുണ്ട്, നേർച്ചയുണ്ട്, ഓഫറിംഗ് ഉണ്ട്, സുമേധദാനമുണ്ട്. ഇതെല്ലാം വേറെ കൊടുക്കണം. പക്ഷേ ദശാംശം എന്ന കേക്ക് മുറിക്കാതെ കൊണ്ടുവന്ന് നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ ആലയം
എക്സ് എന്നാലെയും വൈ എന്നാലെയും ഇസഡ് എന്നാലെയും എവിടെയാണോ അവിടെ നിങ്ങൾ കൊണ്ട് കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ പറയാവുന്നവരൊക്കെ ആമേൻ പറഞ്ഞു. ഞാനൊരു സഭാ മനുഷ്യനായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നവർ അവർ ചിലപ്പോൾ ഇപ്പം കഷ്ടപ്പെട്ടാലും 100% ഞാൻ പറയാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം അവർക്ക് ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിൻ്റെ കൊടുത്തതൊന്നും കടം കിടക്കത്തില്ല. സമൃദ്ധിയായി കൊടുക്കുന്ന ദൈവമാണ്. അപ്പം നോക്കൂ, വേദവസം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്നേഹം പങ്കുവയ്ക്കണം. പക്ഷേ എന്ത് പങ്കുവയ്ക്കരുത്? ദശാംശം പങ്കുവയ്ക്കരുത്. ദശാംശം ഇവിടെ കൊണ്ടുവരണം, ആലയത്തിൽ കൊണ്ടുവരണം, ആലയത്തിൽ കൊണ്ടുവരണം. അപ്പം നമ്മൾ പറയും അവർ അവിടെ അങ്ങനെ ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു. പ്രിയരെ, നമ്മളും ദൈവവുമായിട്ടുള്ള ഇടപാട് തീർത്താൽ ബാക്കി കണക്ക് അവർ തീർത്തോളും. അവരും ആരുമായിട്ട് തീർക്കട്ടെ? ദൈവമായിട്ട് തീർക്കട്ടെ. കാരണം അവർ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആരോട് കണക്ക് പറയണം? ദൈവത്തോട് കണക്ക് പറയണം. ദൈവത്തോട് കണക്ക് പറയേണ്ടവർ പറഞ്ഞോളും. നമുക്ക് ആരോടെ ഉള്ളു കണക്ക്? ദൈവത്തോടെ ഉള്ളൂ. ദൈവത്തോടുള്ള കണക്കുകളെ തീർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പം സത്യത്തിൻ്റെ ആത്മാവ്, സത്യം എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കത്രമേശ എടുത്ത് പറയും, ദശാംശം മൂട്ടിച്ച് നിന്ന് ഒറ്റ ഒരുത്തം കത്രമേശ എടുക്കരുത്, പിടി വലിച്ചോ കത്രമേശ എടുക്കരുത് എന്നൊന്നും അല്ല പറയാം. അതെല്ലാം പറഞ്ഞാൽ മതി. ഏറ്റവും കൂടി പറയും ദശാംശം കൊടുക്കാത്ത ഒറ്റ ഒരുത്തം കത്രമേശ. അങ്ങനെ ഒരു സഭയിൽ കത്രമേശ മാത്രമായിട്ട് വായിക്കും. ആരും എടുത്തില്ല. പാസ്വേഡ് തിരിഞ്ഞു വെച്ചു, തനിക്കെടുക്കാൻ ധൈര്യമുണ്ട്? പുള്ളി പറഞ്ഞു എനിക്കും ധൈര്യമില്ല. പുള്ളി പറഞ്ഞു എനിക്കുണ്ടെന്ന്. പറഞ്ഞു പറയരുത്, ഞാനാ സെൻട്രൽ പാർഷ, താൻ തന്നാൽ എനിക്ക് കണക്കുണ്ട്, ഞാനിവിടെ കണക്കി വയ്ക്കട്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എനിക്കും കണക്കില്ല. എടാ, ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്, പാസ്റ്റർ ആർക്ക് ദശാംശം കൊടുക്കണം? സെൻട്രൽ പാർഷക്ക് ദശാംശം കൊടുക്കണം. അപ്പോൾ പപ്പ അവർ പ്രാദേശിക ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ലൈവുള്ളൂ അതായത്. അപ്പോൾ പറഞ്ഞു അവസരം അപ്പം തിരിഞ്ഞ് വെച്ചു. അപ്പം പാസ്റ്റർ കൈ വയ്ക്കും. കൈ പൊക്കല്ലേ, താൻ തന്നല്ല എൻ്റെ കണക്കിരിപ്പുണ്ട്, ഞാൻ ഇവരോട് ചോദിക്കട്ടെ അത്രയേ ഉള്ളതെന്ന്. ഉടനെ പറഞ്ഞ് സ്വോത്രം, ഞാനും എടുക്കുന്നില്ലെന്ന്. പിന്നെ അപ്പം എന്തോ പിന്നെ ആരും എടുക്കാൻ ഒരു സഭയെ വെച്ചിട്ട്, പ്രാദേശിക സഭയെ, കൊച്ചു സഭയെ, എന്നാൽ ആരും കത്രമേശ എടുക്കുക. ഈ കാര്യം പറഞ്ഞപ്പോൾ ആത്മാർത്ഥമുള്ള ജനമായതുകൊണ്ട് അങ്ങനെ ചെയ്ത കേട്ടോ. പക്ഷെ അവരെല്ലാം തീരുമാനിച്ചു. അവരെയൊക്കെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്ന്. പ്രിയരെ, സകലത്തിലും. അപ്പം വേണ്ടത് പോട്ടെ, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അല്ലോ സ്പാരം. അപ്പം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ നമ്മൾ കാണുന്നു അവർ ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരുന്നു. ആത്മസ്നാനം എവിടേക്കോ കയറി പോകുന്നു ആത്മസ്നാനം. പക്ഷേ എനിക്കത് തോന്നുന്നു അതെല്ലാം ദൈവാത്മാ നിയന്ത്രിക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഉറക്കെ പറഞ്ഞ് എന്ന് കൽപ്പിച്ചു. അപ്പം കൽപ്പനയാണോ ഓപ്ഷനാണോ? കൽപ്പനയാണ്. അടിവരയിട്ടെ. ആത്മസ്നാനം എന്താണ്? കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. ഈ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണെന്ന് അറിയാം? 12 അപ്പോസ്തലന്മാരുണ്ട്, അർദ്ധ സഹോദരന്മാരുണ്ട്. യേശുവിന് അർദ്ധ സഹോദരന്മാരുണ്ടായിരുന്നു. ആരൊക്കെ? യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ. ഇവർ 4 പേരും ഉണ്ടായിരുന്നു. എവിടെ കാണാം? 12 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. പിന്നെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ മറിയം ഉണ്ടായിരുന്നു. യേശുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ അമ്മ, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും. അപ്പം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ യോഗം കണ്ട് ഏറ്റവും വലിയ അത്ഭുതം നടന്ന സ്ത്രീയാണ് ആര്? മറിയം പോലും എന്തിന് കാത്തിരുന്നു? പരിശുദ്ധാത്മ സ്നാനത്തിന് കാത്തിരുന്നു. മറിയത്തെക്കാട്ടി നമ്മൾ വലുതാണോ? അല്ല. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ അമ്മയ്ക്ക് പോലും എന്ത് വേണമായിരുന്നു? പരിശുദ്ധാത്മാവിനാൽ ലോകരക്ഷനെ ഗർഭം ധരിച്ച അമ്മയ്ക്ക് പോലും എന്തിന് കാത്തിരിക്കണമായിരുന്നു? പരിശുദ്ധാത്മ സ്നാനത്തിന് കാത്തിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കാട്ടും വലുതാണോ? അല്ല. അപ്പം അടിയന്തര ആവശ്യമാണ് എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് അളവുകളുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ ഇവർ ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം കൂടെ കൂടി 120 സംഘം കൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അഗ്നിജ്വാല പോലെ പെടുന്ന നാളുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും എന്ത് ചെയ്തു? പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. 2, 3, 4 ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ എന്ത് ചെയ്തു തുടങ്ങി? സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അപ്പോൾ ആൾക്കാരെല്ലാം ഓടി വന്നപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരെന്ത് കുടിച്ചിരിക്കുന്നു? വീഞ്ഞ് കുടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഞ്ഞ് കുടിച്ചെന്ന് ഇവർക്ക് ഈ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അടിച്ചങ്ങ് ഓഫായി നിൽക്കുകയാണ്. ഇവർ വന്നോ 120 എണ്ണം കഴിഞ്ഞ് അടിച്ച് ഓഫായി നിൽക്കുന്നവർ നിൽക്കുന്നു. അടിച്ച് ഓഫായി അങ്ങനല്ലേ? വീഞ്ഞ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കുടിച്ചെന്നല്ലേ? കുടിച്ചാൽ പിന്നെ എന്തോ ചെയ്യും? കുടിച്ചാൽ ചെല്ല് കരയും. ഞങ്ങളുടെ അവിടെ ഒത്തിരി പേരുണ്ട്, കുടിച്ചാൽ അങ്ങ് കരയും.
പരമാർത്ഥമായിട്ട് പറയട്ടെ, ക്ലാസ്സായിട്ട് പറയാം. ഞങ്ങളൊരു ബാറുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു, കുടിക്കാനല്ല. ഞാൻ ഇവിടെ എൻ്റെ ഒത്തിരി എനിക്ക് അവിടെ നിന്നൊക്കെ ഒത്തിരി പേരെ കിട്ടിയിട്ടുമുണ്ട്. ഒരു സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുകയും കാണുകയും ഇറങ്ങി വരുന്നവരെ പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പം പക്ഷേ അങ്ങനെ ഒക്കുന്നില്ല. പിന്നെ നമ്മുടെ ഇടയ്ക്ക് ബാറൊക്കെ പൂട്ടിപ്പോയി. എന്നാലും എനിക്കൊരു നല്ല, എന്നെ കാണുമ്പോഴത്തെ ഈ പണ്ട് പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ടുള്ളവർക്ക് അങ്ങ് സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ കാണുമ്പോഴത്തെ എൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ അങ്ങ് ഉമ്മ തരും. എന്തൊരു ഉമ്മയാണെന്നറിയാം, ആത്മാർത്ഥമായ ഉമ്മ കിട്ടിയിട്ടുള്ളത്. അങ്ങ് നോക്കി തൂത്ത് ഈ തല മാറ്റി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഉമ്മ. കാരണം ഉമ്മയ്ക്കകത്തൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. ക്ഷമിക്കണേ എന്നല്ല, അവൻ സിൻസിയറാണ് കേട്ടോ. സത്യത്തിൽ ഈ കുടിക്കുന്നവർ സിൻസിയറാണ്. ഈ കുടിക്കാത്തവരെക്കാട്ട് മനസ്സിന് ബലമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നേ, കുടിക്കണം. അവർക്കൊരു ഊന്നുപടി വേണം. അവർ പറയത്തില്ല എന്തിനാ കുടിച്ചേ, അവനോട് രണ്ട് പറയണേ, ഞാൻ രണ്ട് വീശിയിട്ട് വരട്ടെ. നേരിട്ട് പറയാൻ ബലമില്ലാത്തവനെ എന്ത് പോയിരുന്നേ കുടിക്കുന്നത്. നേരിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്ക് പോയി കാര്യം പറയണേ, അവർക്ക് എന്തോ വേണം, എന്തിനെങ്കിലും ആശ്രയിക്കണം. ഊന്നുപടി അവർക്കിത്. പാവങ്ങളവർ, നല്ലവരാണ്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരാണ്. കുടിക്കുന്നത് ചെല്ലല്ല, കുടിച്ചാൽ പോക്കറ്റിൽ ഇരിക്കുന്ന എല്ലാം എടുത്തു തരും. പാസ്റ്റർ ഇന്നാ കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. കുടിച്ചില്ലേ അവൻ തരത്തില്ല. കുടിച്ച് എന്തൊരു സ്നേഹവും അതുകൊണ്ട് എന്നോട് ഒരു എല്ലാവരും അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, കുടിക്കുന്ന എൻ്റെ ചേട്ടൻ എനിക്കിഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് അതിൽ. പിന്നെ അങ്ങ് വീട്ടിൽ അങ്ങ് സഹായവും, പിന്നെ അങ്ങ് സ്നേഹവും, പിന്നെ അങ്ങ് ബഹുമാനമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കാം. വയലൻ്റ് ആകുന്നവരുണ്ട്, അത് വേറെ ഇഷ്ടം. എന്നാൽ പോലും ഇവർക്കങ്ങ് കുടിച്ച പോലെ അവർക്കങ്ങ് തോന്നി. അപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇവരുടെ ഓർഡറെല്ലാം അങ്ങ് തെറ്റി. നമുക്ക് ഈ പറ്റിയ എല്ലാം നമ്മളങ്ങ് ഓർഡറിലായിപ്പോയി. ഏതാ ഭയങ്കര ചിട്ടപ്പെടുത്തി രാവിലെ വന്ന് നിൽക്കുന്നു, പ്രശ്നത്തോട് പറയുന്നു, അവിടെ നിൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു, കൈ ഉയർത്താൻ പറയുമ്പം കൈ ഉയർത്തുന്നു. പക്ഷേ പരിശുദ്ധാത്മാ വരുമ്പോൾ ഈ ആ ഓർഡറൊക്കെ അങ്ങോട്ട് തെറ്റിട്ട് പുതുവീഞ്ഞ് കുട്ടിച്ച പോലെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. അപ്പോൾ ഓർഡർലെസ് ആയെന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഓർഡർലെസ് ആയില്ലേ, നിഷേധിക്കാനൊക്കെ ഇല്ല. 120 പേര് കുടിച്ച് കഴിഞ്ഞാൽ ഓർഡർ ഉണ്ടാവും, ഓർഡർ ഇല്ലാതാവും. ഇപ്പം വന്നവർക്ക് തോന്നുന്നു ഇവരുടെ ഓർഡറെല്ലാം തെറ്റി. മറ്റേ അവർ യഹൂദന്മാർ എന്തൊരു മാനായിരുന്നു. അവർ നടക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്, അവർ കൈവെക്കുന്നൊരു ആരാധന ഒരു സ്റ്റൈലുണ്ട്, അവർ മുട്ടുകുത്തിയുന്ന ഒരു സ്റ്റൈലുണ്ട്, അവരുടെ തോറ വായിച്ച ഒരു സ്റ്റൈലുണ്ട്, അവർക്കൊരു ശൈലിയുണ്ട്. അവിടെ സ്റ്റൈലെല്ലാം പോയി. ഇപ്പം ആത്മാവ് വന്ന ഈ സ്റ്റൈലെല്ലാം അങ്ങ് പോയിട്ട് ദൈവത്തെ എല്ലാം മറന്നങ്ങ് സ്തുതിക്കാൻ തുടങ്ങും. എവിടെയോ ചിട്ടപ്പെടുത്തി വന്ന ആ ക്രമങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി ഒരു പുതുവീഞ്ഞ് കുടിച്ചതുപോലെ ക്രമം തെറ്റി. സ്വോത്രം 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 സ്വോത്രം. ക്രമക്കേടുണ്ടാവുമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എന്താ, ഈ ചിട്ടപ്പെടുത്തി കസേര വന്നിരിക്കുന്നു, ആ ഷർട്ടൊന്നും ഒട്ടയാതെ വന്നിരിക്കുന്നു, തേച്ച് മട്ടക്കിയ ഷർട്ട് പോകുമ്പോൾ ഒന്ന് ചുളുങ്ങാതെ എഴുന്നേറ്റ് പോകുന്നു, അത് അതുപോലെ ഹാങ്കറായിട്ട് അടുത്ത ദിവസം ഒന്നുകൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനൊന്നും ആരാധനയ്ക്ക് വരരുത്. ആരാധനയ്ക്ക് വന്ന ആ ഷർട്ട് പിന്നെ ഒന്നിനും കൊള്ളരുത്. കാരണം അത് വേർത്ത് കുളിച്ചൊക്കെ പോകണമെന്ന് കരമട്ടിച്ച് ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധനയ്ക്ക് വന്നത് പിന്നെ അടുത്ത ദിവസം കല്യാണത്തിന് ഇടാൻ കൊള്ളാതെ പോകണം. എന്താ കാര്യം, ആരാധനയ്ക്ക് വന്ന ഒരു ഓർഡറൊക്കെ ഈ വലിയ സ്റ്റൈലൊന്നും ആരാധനയ്ക്ക് വരരുത്. സ്റ്റൈലൊന്നും ഇല്ലാതെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അവർ പുതുവീഞ്ഞ് കുടിച്ച പോലെ തോന്നി മടങ്ങി വരട്ടെ പ്രിയരെ. ചിട്ടപ്പെടുത്തിയ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ പോലും, പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ പോലും ഇന്ന് പ്രിയരെ ചിട്ടപ്പെടുത്തിയ ഒരു ആരാധന ക്രമത്തിൽ ഉടയാതെ എഴുന്നേറ്റ് പോകുന്നവോ ഇന്ന് പകരം പറയട്ടെ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ പുതുവീഞ്ഞ് കുടിച്ചതുപോലെ ആകുകയാണ്. എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലൊന്ന് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്വോത്രം 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 സ്വോത്രം. അർക്ക ദിക നഗദന ശബന ഹദന റിഗല ഹംദ രഗജ റബന ഹദന റിഗന ശഗനെ ഉഡ ബന ദര ദിക നഗദന ഹത്തന റിഗനെ ശഗനെ രഗനെ ഹംദനെ. നമ്മുടെ സ്റ്റൈലെല്ലാം ഒന്ന് പോട്ടെ. നമ്മുടെ ആ ഒരു ഭയങ്കര വെസ്റ്റേൺ സ്റ്റൈലെല്ലാം ഒന്ന് പോയിട്ട് വലിയ കുടുംബത്തിലാണെന്നുള്ള ഭാവമൊക്കെ മാറിയിട്ട് നമ്മുടെ ആ വലിയ മാന്യതയൊക്കെ ഒന്ന് വിട്ട് ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഈ പകലിൽ സ്തുതിയും ആരാധനയും ഉയരട്ടെ. പുതുവീഞ്ഞ് കുടിച്ചു,
അവർക്കിതാകും, എനിക്കിതാകത്തില്ല. കാരണം ഞാൻ ഇച്ചിരി ഹൈ ക്ലാസ് ആണ്, ഹൈ കാസ്റ്റാണ്, വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അന്നൊന്നും ചിന്തിക്കാതെ 120 പേർക്കും എന്റെ ദൈവമേ, ചിട്ടപ്പെടുത്തി വച്ച ആരാധനാക്രമങ്ങളെല്ലാം മാറട്ടെ. സിമ്പിൾ ഫെയ്ത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഏറ്റവും ലഘുവായ വിശ്വാസത്തോടെ, കർത്താവേ അവിടെ ഓടി വന്നവർക്കൊക്കെ തോന്നി ഇവരെന്തോ കുടിച്ചു, പുതുവീഞ്ഞ് കുടിച്ചു. 120 പേര് പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുക. അവിടെ ഒരു ഓർഡറും കാണത്തില്ല. ഞാൻ ഓർഡർ പോരെന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷെ ഈ ചിട്ടപ്പെടുത്തിയ ക്രമങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ തളച്ചിട്ടത് നമ്മൾക്കെങ്കിലും പൊട്ടിക്കണ്ടേ? ചിട്ടവട്ടങ്ങൾ പൊട്ടിച്ച് പുറത്ത് വന്നവരെ വീണ്ടും ഇതിനെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കരുത്. ചിട്ടപ്പെടുത്തി അതിനെ ഒതുക്കരുത്. ചൂടാബാലാബ ശംധനു ദിഗന റബനു ഹന്തര ഗജരബന ഹത്തര ദിഗന. അവരവിടെ കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ വന്നു. അവിടെ ഓടിക്കൂടിയവർക്കൊക്കെ തോന്നി ഇവരെന്ത് കുടിച്ചു? പുതുവീഞ്ഞ് കുടിച്ചു. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് അറിയാം? ഏറ്റവും വലിയൊരു തടസ്സം നമ്മുടെ അറിവെന്ന തടസ്സമാണ്. നമ്മളിങ്ങനെ ഒരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആകാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ സമയത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ടെമ്പർ മാർക്ക് ഓർഗമാകുന്നതായിരുന്നു. അതുപോലും അന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇരുന്ന് ആരാധിച്ചവർ എഴുന്നേറ്റ് നിന്നത് പ്രശ്നമായവരുണ്ട്. ഇങ്ങനെ ആകാവും. ഇതെല്ലാം നമ്മൾ എവിടെ കൊണ്ട് വെച്ചേക്കുക? ഒന്ന് ബുദ്ധിയിലാണ്. ബുദ്ധിയുടെ കെട്ട്, അറിവിൻ്റെ കെട്ട്, പാരമ്പര്യമായിട്ടുള്ള ചട്ടവട്ടങ്ങളുടെ കെട്ട്, ഏറ്റവും വലിയ കെട്ട കെട്ട. നമുക്ക് കുറച്ച് അറിവുണ്ടെന്ന്, ആ അറിവിൻ്റെ കെട്ടാണ് ഏറ്റവും വലിയ കെട്ട്. ഒരു എംപ്റ്റി സ്ലേറ്റ് പോലെ പുതുവീഞ്ഞേക്കാൻ കർത്താവെ, പഴയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിലോട്ട് ഒഴിച്ചാൽ തുരുത്തി പൊളിഞ്ഞു പോകത്തില്ലേ? എൻ്റെ കർത്താവെ, എൻ്റെ അറിവിനെയെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പാത്രമാക്കി മാറ്റിയിട്ട് അങ്ങ് പകരെന്ന് പറഞ്ഞ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നമ്മളിലേക്ക് വെളിപ്പെടാതെ എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? അറിവിൻ്റെ കെട്ടുകളെല്ലാം ഇങ്ങനെ ആകാവുന്നുള്ള ഒരു ചിട്ടവട്ടങ്ങളില്ലേ? ഇങ്ങനെയൊക്കെ ആകാം, ഇതിനപ്പുറത്തേക്കൊക്കെ ആക്കിയാൽ അതെല്ലാം ദുരാത്മാവാണ്. അതാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ മുഴുവൻ എന്താണ്? ആരായി ചിട്ടയിട്ടെ? ആരായി ചിട്ടയിട്ടെ? നമ്മുടെ ചിട്ടകളാണ്. പക്ഷെ ഇവിടെ ഓടിക്കൂടിയവർക്കല്ല, അവർ യഹൂദന്മാർ ഒരു ചിട്ടയുണ്ടായിരുന്നു. എന്തൊരു ചിട്ടവട്ടമുള്ള ആരാധനക്രമം ആരുടേത്? യഹൂദന്മാരുടെ. അതിനകത്ത് ഇവർ നോക്കിയപ്പോൾ എല്ലാ ചിട്ടവട്ടങ്ങളും എല്ലാം പൊട്ടിച്ച് കുറേ പേര് അങ്ങ് ഇരിക്കുകയാണ്. കുറേ പേര് അവിടെ ഇരിക്കുന്നു, കുറേ പേര് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, കുറേ പേര് കരയുന്നു, കുറേ പേർ ചിരിക്കുന്നു, കുറേ പേര് കരകി ഉയർത്തുന്നു, കുറേ പേര് ഓടുന്നു, കുറേ പേര് ചാടുന്നു, കുറേ പേര്. പ്രിയരെ, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ എത്ര പേര് ആത്മാർത്ഥമായി കൊതിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവ്, ഞാൻ ചിട്ടപ്പെടുത്തിയ ക്രമങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ കർത്താവ് എന്നെ നയിക്കണമേ. അങ്ങനെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ അറിവിൻ്റെ മണ്ഡലം ഉണ്ടല്ലോ, നമ്മുടെ ആ അറിവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ചിട്ടകളുടെ കെട്ടുകളെല്ലാം ഒന്ന് പൊട്ടിച്ച എൻ്റെ കർത്താവ് ഒരു പുത്തൻ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇങ്ങനെ ആകാമെന്ന് പറയാൻ നമ്മളാരാ? ഇങ്ങനെയൊക്കെ ആകാവും എന്ന് പറയാൻ നമ്മളാരാ? ഇങ്ങനെയും ആകാമല്ലോ. അതിൻ്റെ അപ്പുറം ബൈബിളിലില്ലാത്ത ഒന്നും വേണമെന്നല്ല. ഒരിക്കലും ആത്മാവ് കായൂസിലേക്ക് കൊണ്ടുപോകത്തില്ല. ആത്മാവ് വന്നാൽ എല്ലാം നിയന്ത്രിച്ചോളും. പക്ഷേ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ നടക്കാം. എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിച്ച ആത്മാവ് വന്നു.
ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ഉണ്ടായ ഇമ്മീഡിയറ്റ് മാറ്റങ്ങൾ എന്താണെന്ന് നോക്കി. 14 വാക്യം. പത്രോസ് അവിടെ കൊണ്ടല്ലാതെ അതിനെ നിർത്താനൊക്കത്തില്ല. പത്രോസ് എത്ര പേരുടെ കൂടെ നിന്നു? 11 പേരോട് കൂടെ നിന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവരെന്ത് പിടിച്ചവരല്ല, ലഹരി പിടിച്ചവർ. അപ്പോൾ അവർക്കെല്ലാം തോന്നി ഇവർക്ക് എന്താണ് ലഹരി പിടിച്ചിരിക്കുകയാണ്. ലഹരി പിടിച്ചാൽ എങ്ങനെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലഹരി പിടിച്ചാൽ മത്തനാകും, പാപം ഉണ്ടാകും. പക്ഷേ ഈ പൊതുവീഞ്ഞ് കുടിച്ചാൽ പാപം ഉണ്ടാകുമെന്നല്ല, പാപം ഉപേക്ഷിക്കും. ലഹരി നമ്മളെ പാപത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ ലഹരി ഉണ്ടല്ലോ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം ഈ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ ആ സത്യത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എഫക്റ്റ് 42 മുതലുള്ള വാക്യങ്ങളാണ്. അവർ പത്രോസിൻ്റെ അവർ ഒരുമിച്ച് നിന്നു. അപ്പം പരിശുദ്ധാത്മാവ് വന്നാൽ എന്തുണ്ടാകും? ഒരുമയുണ്ടാകും. ഉറക്കെ പറഞ്ഞേ, ഒരുമയുണ്ടാകും. അകലം ഉണ്ടാകും, ഒരുമയുണ്ടാകും. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും അങ്ങ് അകലുന്ന് പോവുകയാണ്. ഭയങ്കര അകലമല്ലേ സമൂഹത്തിലാണെങ്കിലും ഭയങ്കര. പണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല, ഈ മരണവും കല്യാണവും അല്ല പിണക്കം തീർക്കുന്നത്. മരണം ഉണ്ടെങ്കിൽ എല്ലാവരും വരും, കല്യാണം ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ വരുന്നു, കുക്ക് ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയ സംഭവമാണ് ചർമ്മവും വിളമ്പും. അതുകൂടി എല്ലാ പിണക്കങ്ങളും എന്തു ചെയ്യും? തീരും. ഇന്ന് അതിനും നമുക്ക് സാധ്യതയില്ല. എല്ലാം ഇവൻ്റാണ്. ഇവൻ്റുകാർ വരും. പെണ്ണെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലും ആരാ? ഇവൻ്റാണ്. ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പം ഒരു കല്യാണത്തിന് സത്യത്തിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. സാധാരണ ഈ പെണ്ണിൻ്റെ കൂടൊക്കെ ഇങ്ങനെ നടക്കുന്ന എല്ലാം കസിൻസ് പിള്ളേരായിരിക്കും, ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് തോഴിമാരെ പോലെ വരുന്നത്. പക്ഷേ ഇത് കുറേ എണ്ണം വന്ന് എനിക്ക് കൈയൊക്കെ തന്നു കയറി. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം കസിൻസ് ആയിരിക്കും. ചോദിച്ചാൽ പറഞ്ഞു ഇതെല്ലാം ഇവൻറ്റിലെ പിള്ളേരാണ്. അവർക്ക് അതുകൊണ്ട് എന്തോ പറ്റുന്ന അറിയാമോ, ഇവർക്കിത് ആരാന്ന് പോലും അറിയത്തില്ല. നമ്മളാരാ, ബന്ധമാരാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇവൻ്റിൻ്റെ ലോകമായതുകൊണ്ട് എല്ലാവരും അങ്ങ് അകലുകയാണ്. ഞാൻ പറയുന്നൊരു സംഭവം ഉണ്ട്. അകലങ്ങൾ അങ്ങ് കൂടി. പണ്ട് നമുക്ക് ഒന്നിച്ചായിരുന്നു യോഗത്തിനൊക്കെ പോകുന്നത്. വരുന്ന വഴിക്ക് എല്ലാവരും കൂടെ നടന്ന് വരും, വിളിച്ചുകൊണ്ട് വരും, യോഗത്തിന് പോകും. തിരിച്ചു പോകുമ്പോൾ പിന്നെ അങ്ങ് നേരെ ഒത്തിരി താമസിച്ച് വീട്ടിൽ ചെല്ലത്തുള്ളൂ. എന്താണെന്നറിയാം, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ ഇടയ്ക്ക് വീട്ടിൽ കയറും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറേ നേരം എന്ത് ചെയ്യും? വർത്താനം പറയും. അത് കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പം ചിന്നമ്മ അങ്ങോട്ട് കയറും. അവിടെ നിന്നുകൊണ്ട് കുറേ നേരം വർത്താനം പറയും. പിന്നെ കുറേ നേരം അങ്ങോട്ട് പോകുമ്പോൾ മറിയാമ്മ കയറും. അവിടെ നിന്നുകൊണ്ട് കുറേ നേരം. ഏറ്റവും അവസാനത്തെ ആൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി സമയമാവും. എന്നാലും ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞേ പോകും. അത് കഴിഞ്ഞ് നമുക്ക് വണ്ടികളായപ്പം 2 വണ്ടികളായിരുന്നു. ഒന്ന് അംബാസഡർ ആണെങ്കിലും വഴി നിൽക്കുന്നവരെല്ലാം നമുക്ക് കയറ്റാം. ഒന്ന് തിരിഞ്ഞിരുന്നേ മറിഞ്ഞിരുന്നേന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ എണ്ണത്തെ കയറ്റാം. ജീപ്പ് ആണെങ്കിലും ഒത്തിരി പേരെ കയറ്റായിരുന്നു. 30 പേരെ കൊണ്ട് ഞാൻ എൻ്റെ ജീപ്പിൽ പോയിട്ടുണ്ട്. എവിടെയൊക്കെ ഇരുത്തിയെന്ന് എന്നോട് ചോദിക്കരുത്. 30 പേരെ കയറ്റി മേളിൽ ഇവരെ സൈഡിലൊക്കെ എത്ര പേര് ഞാലൊന്നുമല്ല. ആരോഗ്യമുള്ള പിള്ളേരാണെങ്കിൽ ഡ്രൈവറുടെ സൈഡിൽ ചാലും, ഇങ്ങേ സൈഡിൽ ഞാലും, ബായ്ക്ക് ഞാലും. പിള്ളേർക്കെല്ലാം അകത്ത് കയറുന്നതിനേക്കാളും ഇഷ്ടം എവിടെ നിൽക്കാനാണ്? പുറത്തിങ്ങനെ ഞാൻ നിൽക്കാം. നല്ല രസമാണ് ഇങ്ങനെ ഞാൻ നിൽക്കുന്ന മേളിലൊക്കെ കയറി പിടിച്ച് ഞാൻ അത് ഗ്രാമങ്ങളൊക്കെയാണ്. അങ്ങനെ ജീപ്പിലൊക്കെ ഞാനൊരു സമയത്ത് ട്രിപ്പ് അടിച്ചാണ് ഈ ആൾക്കാരെ കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു പണിയും ട്രിപ്പ് അടിയാണ്. സ്ഥിരമായിട്ട് ട്രിപ്പ് അടിച്ച ഒരു കുഴപ്പമുണ്ട്. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ജീപ്പിൽ പോയാലും നമ്മുടെ പകുതി പുറത്തായിരിക്കും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ അറിയത്തില്ല, എങ്ങനെ നേരെ ഇരിക്കുക. പക്ഷെ അതെല്ലാം ഇപ്പോഴും ഗ്രാമങ്ങളിലെ കാണത്തുള്ളൂ. ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടെ കയറി ഇങ്ങനെ പോകുന്നു വരുന്നു. പക്ഷെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ട് സഞ്ജയ് ഗാന്ധിയുടെ കാലത്തൊരു കാറ് വന്നു. ആ കാറിൻ്റെ പേരെന്നാ? മാരുതി കാർ വന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം എ സ്മോൾ കാർ ആൻഡ് എ സ്മോൾ. സഞ്ജയ് ഗാന്ധിയാണ് ഒരു ആശയം കൊണ്ടുവന്നത്. നമുക്കറിയാം എത്ര മക്കൾ വേണം? 2 മക്കൾ. ആ 2 മക്കളെ കയറാനും 2 ഭാര്യയ്ക്കും 2 പിള്ളേർക്കും കൂടെ കയറാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു കാറിൻ്റെ പേരാണ് മാരുതി കാർ. സ്മോൾ ഫാമിലി സ്മോൾ കാർ. അപ്പം മാരുതി മേടിക്കാൻ വേണ്ടി എല്ലാവരും എന്തായി? പിള്ളേരുടെ എണ്ണം കുറച്ച്. ഒത്തിരി പിള്ളേരുണ്ടെങ്കിൽ മാരുതി പോരായില്ല. മാരുതി ആകുമ്പോൾ 2 4 5-8 പേരെ മാരുതി കയറ്റി അത് കട്ടറിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ? മാരുതിയെ കൊണ്ട് കൊച്ചു സുന്ദരിയായിരുന്നു. ആ കൊച്ചു സുന്ദരി ഇങ്ങനെ വെടിക്ക് നടന്നു. ഒരു സമയത്ത് ഏറ്റവും വലിയ ട്രെൻഡായിരുന്നു എന്താ? മാരുതി അല്ലേ? ഏറ്റവും വലിയ സംഭവമല്ലായിരുന്നോ മാരുതി. അപ്പോൾ പോട്ടെ അവരെങ്കിലും അങ്ങ് പോകുമല്ലോ എന്ന് വെച്ചാൽ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ചേച്ചിയും ഡ്രൈവിങ് പഠിച്ചു. അപ്പം ചേച്ചി എന്തോ മേടിച്ചു? മാരുതി പഠിച്ചു. അപ്പോൾ സാധാരണ താമസിച്ചിറങ്ങുന്ന ആരാ? ചേച്ചി ചേട്ടൻ പറഞ്ഞു നീ വരുന്നോ?
അച്ചാച്ചൻ പൊക്കോ, ഞാൻ എൻ്റെ കാറേ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ മുമ്പിൽ പോയി, അമ്മമ്മ പുറകെ വന്നു. പപ്പ കൂട്ട് വിളിച്ച്, മോളെ നീ വരുന്നോടി, ഞാൻ എൻ്റെ സ്കൂട്ടിയെ വന്നേക്കാമെന്ന് പറഞ്ഞു. മോൻ വരുന്നോടാ, ഞാൻ എൻ്റെ പൾസറേ വന്നേക്കാം. അങ്ങനെ അച്ചാച്ചൻ അങ്ങോട്ട് പോയി, അമ്മമ്മ ഇങ്ങോട്ട് പോയി, മോൾ സ്കൂട്ടിയെ പോയി, മോൻ ബൈക്കേ പോയി. ആരും എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. അതിലും വലിയൊരു അപകടം ഇപ്പോൾ ഉണ്ടായി. ഇനി ഒന്നുമില്ലെങ്കിലും ടി വി കാണുമ്പോൾ എല്ലാവരും മിണ്ടുമായിരുന്നു. കാണാം, ഇപ്പോൾ അതുമില്ല. ഒറ്റ വീട്ടിൽ ഇപ്പം ടി വി കാണുന്നില്ല. ടി വി ഉണ്ടെങ്കിൽ പോലും വാർത്ത എല്ലാവരും എന്നാത്താണ് കാണുന്നത്, ഫോണിനകത്ത്. പെങ്കൊച്ച് അവിടെ നിന്ന് വർത്താനം പറയും, ചെറുക്കൻ ഇവിടെ നിന്ന് നോക്കും, അപ്പൻ അവിടെ നിന്ന് വാച്ച് ചെയ്യും, അമ്മ അവിടെ നിന്ന് വാട്സപ്പ് നോക്കും. ആർക്കും എന്തോ ഇല്ല, മിണ്ടാട്ടില്ല. എല്ലാവരും കൂടെ കഴിക്കാൻ ഹോട്ടലിൽ പോയി, ഒറ്റ ഒരുത്തം മിണ്ടത്തില്ല. എല്ലാവരും എവിടെ ഇരിക്കുക, വാട്സാപ്പില്ല. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഹോട്ടലിൽ പോയിരിക്കുന്നു. ഒരു പെണ്ണും ചെറുക്കനും കൂടെ പ്രേമിച്ച് അവിടെ വന്നിരിക്കുന്നു. 3, 4, 5, 6 പെണ്ണ് ആണും ചെറുക്കനും ഇരിക്കുന്നു. എല്ലാം ചെറുപ്പക്കാരെന്ന് വെച്ചോ. നമുക്ക് എങ്ങനെ അറിയാം ഇതിനകത്ത് കെട്ടിയത് ഏതാ പ്രേമിച്ച ഏതാന്ന്? ഈസി ആയിട്ട് അറിയാം. മൊബൈലിൽ നോക്കിയിരിക്കുന്നതെല്ലാം കെട്ടിയത്. ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം പ്രേമിക്കുന്നു. പ്രേമിച്ചോ പിന്നെ മിണ്ടാനില്ല, പിന്നെ എല്ലാം എവിടെ ആകും. കല്യാണം കഴിഞ്ഞോ, പ്രേമം കല്യാണത്തിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എവിടെ കയറും, വാട്സപ്പിൽ കയറും. ഇതാണ് ലോകം. അടുത്തിരിക്കുന്നവരുടെ മിണ്ടത്തില്ല. ഒരു പെൺകൊച്ചുണ്ട് സങ്കടം പറഞ്ഞാണ്, അവിടെ അപ്പൻ അവളെ ഗ്രീറ്റ് ചെയ്തെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു, പപ്പ ബർത്ത്ഡേക്ക് എന്നെ ഒന്ന് വിഷ് ചെയ്തോ? നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മിണ്ടത്തില്ല. അങ്ങനെ ഒരു ലോകം. വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പിള്ളേർക്ക് ആർക്കും ആരോടും സംസാരിക്കേണ്ട, എല്ലാവരും എന്ത് ചെയ്യത്തുള്ളൂ, ചാറ്റ് ചെയ്യത്തുള്ളൂ. അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്ത് ഹായ് ഡഡാ ഡു രീ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരും മിണ്ടത്തില്ല. എന്നാൽ ഒന്ന് വിളിച്ച് വർത്താനം പറയുമോ? ഇല്ല, ചാറ്റിങ്. എന്താ കൂടുക, അകലം കൂടി. ആർക്കും ഒന്നിച്ചിരിക്കേണ്ട, ഒന്നിച്ചിരുന്നാലും ഓരോ ലോകത്താണ്. പക്ഷേ ഇവിടെ കണ്ടോ, അപ്പോൾ നമ്മുടെ അവരെന്താ ചെയ്തു, ഒരുമനപ്പെട്ട് കൂട്ടായ്മ ആചരിക്കും. ഒരു പരിശുദ്ധാത്മാവ് വന്നാൽ ഈ അകലമെല്ലാം കുറയാൻ തുടങ്ങും. എല്ലാം. അപ്പോൾ പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്, അവരെല്ലാവരും അകലങ്ങൾ കുറഞ്ഞ് അടുത്തിരിക്കാൻ തുടങ്ങി. പ്രിയരെ, അകലങ്ങളുടെ ഒരു സമൂഹത്ത് അകലം കുറഞ്ഞ ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ദൈവസഭയായിരിക്കണം. കരമുയർത്തി ദൈവത്തോട് പറഞ്ഞ് അകലം. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഒരു അമ്മ വീട്ടിൽ പോകുന്ന ആവേശത്തോടെ വേണം എല്ലാവരും ഇവിടെ വരാൻ, വീട്ടിൽ വരാൻ. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ ഇവിടെ ആര് വേണം? അമ്മച്ചിയും അപ്പച്ചനും വേണം. അമ്മച്ചിയും അപ്പച്ചനും അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ ഓടി വരും. അപ്പം നോക്കണം, അകലം കുറഞ്ഞു. അകലം കുറഞ്ഞു, ഉപദേശം കേട്ടു, അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതെല്ലാം ഉണ്ടായത് എന്തിൻ്റെ ശേഷമാണ്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തു? ഭയമായി. 44-ാം വാക്യത്തിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവരും എന്ത് ചെയ്തു? പങ്കുവെച്ചു. പോട്ടെ, വിൽക്കണ്ട, ലൈറ്റ് ഡെവലപ്മെൻറ്റ് അത് കാണുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ ഒരു ഗുണമുണ്ടാകും. എന്ത് ചെയ്യാൻ തുടങ്ങും? പങ്കുവയ്ക്കാൻ തുടങ്ങും. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പങ്കുവയ്ക്കും. ഏറ്റവും വലിയൊരു ആത്മീയ ലക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? പങ്കുവയ്ക്കുക. 3 ട്രെൻഡുകളാണുള്ളത്. നമ്മൾ ഈ ശമരിയക്കാരൻ്റെ കഥയിലൊക്കെ കാണുന്ന 3 ട്രെൻഡാണ്. ഒന്ന്, കള്ളൻ വന്ന വഴി ഒരുത്തനെ എന്ത് ചെയ്തു? കള്ളന്മാരെന്ത് ചെയ്തു? ആക്രമിച്ചു. കള്ളൻ്റെ ഫിലോസഫി എന്താ? നിൻ്റേതിരിക്കുന്നത് ആരുടെ വേണം? എൻ്റേത് വേണം. നിൻ്റേതല്ല ആരുടേതാ? എൻ്റേതാ. നിൻ്റെ ഇരിക്കുന്ന സാധനം ഞാൻ എൻ്റെ പോക്കറ്റിൽ വരുത്തും. അതാണ് ആരുടെ ഫിലോസഫി? കള്ളൻ്റെ ഫിലോസഫി. അപ്പോഴാണ് അതുവഴി ആര് പോയി? ലേവ്യനും പുരോഹിതനും പോയി. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാം? അതാണ് ഈ മതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതാണ് പക്ക ഇന്നത്തെ പല ആത്മീയരെന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ്. നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും നിനക്ക് തരത്തില്ല. ഞാനും എൻ്റെ കുടുംബവും യഹോവ തന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഗ്ലോറി ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും ഞാൻ നിനക്ക് തരത്തില്ല. ഞാൻ എൻ്റേതെല്ലാമായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പവന മാത്രം എടുത്ത്. പക്ഷേ എൻ്റേതൊന്നും ആർക്ക് തരത്തില്ല, നിനക്ക് തരത്തില്ല. ചുമ്മാ ഒന്നും വേണ്ട, നിൻ്റേതൊന്നും എനിക്കും വേണ്ട. ഈ ആറ്റിറ്റ്യൂഡാണ് ലേവ്യൻ്റെയും പുരോഹിതൻ്റെയും ആറ്റിറ്റ്യൂഡ്. നല്ല ആറ്റിറ്റ്യൂഡല്ലേ? നിൻ്റെ വല്ല ഞാൻ എടുത്തോ? ഇല്ല. നീ എന്തിനാണ് എന്നോട് ചൂടാകുന്നത്? നിൻ്റെ വല്ല എൻ്റെ ഞാൻ എടുത്തോ? ഇല്ല. പക്ഷേ ഒരു കാര്യം, നിൻ്റേതൊന്നും എനിക്കും വേണ്ട, എൻ്റേതൊന്നും നീ എടുക്കണ്ട. അതല്ല ഇന്നത്തെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ല, എന്തിനാ ഈ പൗരോഹിത്യം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതല്ലേ. ആത്മീയരെന്ന് പറയുന്ന വേർപെട്ട ദൈവമക്കളുടെ ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് ഇതല്ലേ? അല്ലെന്ന് പറയാമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാനെന്ത് ചെയ്യും? 5 മണിയാകുമ്പം ഗേറ്റ് അടയ്ക്കും.
എന്നിട്ടെന്താ ചെയ്യും? പട്ടി അഴിച്ചു വിടും. എന്നിട്ടെന്താ ചെയ്യും? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ആരുമായിട്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പഠിക്കൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇറങ്ങാത്ത മനുഷ്യരുണ്ട്. പഠിക്കൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇറങ്ങത്തില്ല. അത്രയും സ്തോത്രം പറയാം. എൻ്റെ കുടുംബത്തെ കർത്താവ് പോരിപ്പിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചു, ദൂതനെ അയച്ച് കാവൽ ചെയ്തെന്ന്. സങ്കടം തോന്നിയിട്ടുണ്ട്. വഴിയെടുത്തിന് ഇടിച്ചു കിടന്നാൽ മിണ്ടത്തില്ല, വണ്ടി വിട്ടു പോവുക. അങ്ങനെ പോവല്ല കേട്ടോ. എന്നെ പറയും നമ്മൾ കുരുക്കിപ്പെടുമെന്ന്. ഒരു കുരുക്കിനും പെടത്തില്ല. എന്താ വിടുന്നത് പറഞ്ഞു? പെട്ടപ്പാട്ട് ദൈവം അഴിക്കും. ആത്മാർത്ഥതയോട് ചെയ്താൽ ഏത് കുരുക്കിനും ദൈവം അഴിക്കത്തില്ലേ? സ്വത്രം ചെയ്തേ. എന്താ സംശയം? എന്താ ഇവിടെ എല്ലാം നമുക്ക് കാണിക്കാൻ ഒരു മാതൃകയില്ലേ? എന്നിട്ട് നമ്മൾ പറയണം ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ഐഡൻറ്റിറ്റി എങ്ങനെയെങ്കിലും റിവീൽ ചെയ്തിട്ട് പോരണം. അത് മതിയെന്നേ, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പം നോക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ മൂന്നാമതൊരാൾ വന്നു, നല്ല ശമരിയാക്കാരൻ. അവരവനെ എടുത്തുകൊണ്ട് പോയി മുറി വെട്ടിയിട്ട് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തോളാം, തന്നോളാം. എന്താ അതിനർത്ഥം? എൻ്റേത് നിനക്കൂടാ. 3 ട്രെൻഡുകളാണ്. ഒന്ന്, നിൻ്റേത് ഞാൻ എടുക്കും, നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ വരുത്തും. അതാണ് ശരിക്കും ബിസിനസ്. നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ വരുന്നതിൻ്റെ പേരെന്താണ്? ബിസിനസ്. അതല്ലേ ബിസിനസ്. ബിസിനസ്സിൻ്റെ അർത്ഥം എന്നാ? അതാണ് ബിസിനസ്. അതാണ് ഒരു പരിധി വരെ പൊളിറ്റിക്സും എല്ലാം ഇതൊക്കെ തന്നെയാണ്. നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഒരു പരിധി വരെ ആത്മീയതയുടെയും മറവിൽ ഇത് നടക്കുന്നത് എന്താ? നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റ് വരുത്തും. പക്ഷേ അടുത്തതാണ് നിൻ്റെതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല. പക്ഷേ മൂന്നാമതൊരു ആറ്റിറ്റ്യൂഡുണ്ട്. എൻ്റേത് എനിക്ക് ദൈവം തന്നത് എനിക്ക് വേണ്ടിയാണ്, പക്ഷേ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടെ. പങ്കുവയ്ക്കുക. അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പങ്കുവയ്ക്കാൻ തുടങ്ങി. പറഞ്ഞേ എന്ത് ചെയ്തു? പങ്കുവെച്ചു. നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പൈസ പങ്കുവയ്ക്കും. പക്ഷെ പൈസ പങ്കുവെക്കാൻ ഇച്ചിരി മനസ്സുള്ളവർക്കും ഞാൻ കണ്ട ബുദ്ധിമുട്ടുണ്ട്. സമയം കൊടുക്കാൻ ഒക്കത്തില്ല. അവർക്ക് ശക്കലം പോലും എന്തോ ഇല്ല, സമയം കൊടുക്കത്തില്ല. സമയം പങ്കുവയ്ക്കണം. ആരോഗ്യം പങ്കുവയ്ക്കാനുള്ളതാണ്. നമുക്ക് ദൈവം തന്ന സകലതും പങ്കുവയ്ക്കാനുള്ളത്. പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. ഈ ആത്മീയത എന്തുകൊണ്ട് വന്നെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പങ്കുവയ്ക്കാത്ത സ്വാർത്ഥനും പങ്കുവയ്ക്കാൻ തുടങ്ങി. അവർ സകലതും എന്ത് ചെയ്യുന്നു? വിറ്റു. അത്രയും ഒരു ലെവലിലോട്ട് ഇന്ന് പോകാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ഫസ്റ്റ് സെഞ്ച്വറി കഴിഞ്ഞ് കാണുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത നമുക്ക് പുലർത്താൻ കഴിയും. എത്ര പേര് ആ ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? 3 ട്രെൻഡുകളാണ്, 3 രീതികളാണ്. ഒന്ന്, നിൻ്റേത് എൻ്റേത്. അത് നമുക്കില്ലല്ലോ, നമ്മൾ മാന്യരാണ്. പക്ഷെ നമുക്ക് വേറൊരു ട്രെൻഡിൽ കൊണ്ട് നടക്കരുത്. എൻ്റേതൊന്നും നിനക്കില്ല, നിൻ്റേതൊന്നും എനിക്കും വേണ്ട. അങ്ങനെയല്ല, എനിക്ക് ഉള്ളത് നിനക്കൂടെ കൂടെയാണ് കർത്താവ് തന്നെന്ന് ഇങ്ങനെ കരുതുന്ന ഒരു സഭയാണ് യഥാർത്ഥ സഭ. കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത പരിശുദ്ധാത്മാവ് എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് ശക്തിയോടെ വന്നു. എന്നെ ഓർഡർ തെറ്റിച്ച് ആരാധിപ്പിച്ചു. ഓർഡർ തെറ്റി ഞാൻ ആത്മാവിൽ അന്യഭാഷയെ സ്തുതിച്ചു. പക്ഷേ അതിൻ്റെ എഫക്റ്റ് തീരുന്നത് എൻ്റെ അകലങ്ങളെല്ലാം കുറഞ്ഞു വന്നു. അകലങ്ങൾ കുറഞ്ഞ ഇന്നെല്ലാവരുടെയും പേടി എന്താണെന്നറിയാമോ? ആളെണ്ണം കൂടുമ്പം ബന്ധങ്ങൾ കുറയും. പക്ഷെ ഞാൻ പറയും, ആളെണ്ണം കൂടിയാലും ബന്ധം കുറയാതെ പരിശുദ്ധാത്മാവ് സൂക്ഷിക്കും. പരിശുദ്ധാത്മാവിന് ഇതെല്ലാം കഴിയും. വിശ്വസിച്ച് ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എത്ര ആളുണ്ടെങ്കിലും അകലങ്ങളില്ലാതെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അകലങ്ങളില്ലാതെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാ പ്രവൃത്തി എൻ്റെ സഭയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്. 2, കർത്താവെ, ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക, കർത്താവെ, പങ്കുവെക്കാനുള്ള, നമുക്ക് പങ്കുവെക്കാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ പിള്ളേർക്കൊരു മുട്ടായി കിട്ടുന്നു. ആ മുട്ടായി അവൻ കയറി എടുക്കുന്നു. അപ്പോൾ മറ്റേത് കയറി മുട്ടായിക്ക് പിടിച്ചു. അപ്പോൾ അതുകൂടെ കയറി ഇത് പിടിച്ചു. അവസാനം ഇവർ രണ്ടും കൂടെ അടിച്ചു. ഉടനെ അമ്മ ഇടപെടും. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുട്ടായുടെ പേര് അടിച്ചാൽ നിൻ്റെ 2ൻ്റെ മുട്ടായി എടുത്ത് ഞാൻ ഒറ്റ ഏറിയാൻ വെച്ച് കൊടുക്കും. അത്തരം പറയുന്നു, ഞങ്ങൾ മുറിച്ചെടുത്തോളാം. ഒരു മുട്ടായി പോലും നമുക്ക് പങ്കുവയ്ക്കാൻ പാടല്ലേ പിള്ളേരെ കൊണ്ട്? ഒരു അടിയും പിടിയും ഇല്ലാതെ ഒരു മുട്ടായി പോലും പങ്കുവയ്ക്കുമോ? ഇല്ല. കാരണം ബേസിക്കായിട്ട് മനുഷ്യന് പങ്കുവയ്ക്കാൻ പാടാം. എന്നാലും ശിശുക്കളാണ് പങ്കുവയ്ക്കുന്നത്. കർത്താവെ, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയതയിൽ എന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചു. എനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ളതാണ്. അതാണ് ശരിക്കും ദൈവവചനം. എനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ കരം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റാണ്. അവർ എല്ലാം പങ്കുവെച്ചു. ആവശ്യം പോലെ എന്ത് ചെയ്തു? പങ്കുവെച്ചു. അത് അടിപൊളിയുടെ തന്നെ ഷെയറിങ് ആറ്റിറ്റ്യൂഡ്. അത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചതാണ്.
പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഓർഡർ തെറ്റി. എന്തിൻ്റെ ഓർഡർ? അവിടെ സ്റ്റൈലെല്ലാം ഒട്ടഞ്ഞു. പക്ഷേ ഒരു വലിയ ഓർഡർ ഉണ്ടായി. എന്ത് ഓർഡറാ? അവിടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഓർഡർ അങ്ങ് മാറി. എൻ്റേതെല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത മാറിയിട്ട് എൻ്റേതെല്ലാം നിനക്ക് വേണ്ടി കൂടെ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള ആ പങ്കുവെക്കലിൻ്റെ ആത്മീയതയിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. കർത്താവെ, എൻ്റെ ഒരു ക്രമം ഉണ്ടായിരുന്നു. എൻ്റെ ക്രമത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? ആരുടേതും ഒന്നും എൻ്റെ ഇല്ല കർത്താവ്. എൻ്റെ കൈ ശുദ്ധവും നിർമ്മലവുമാണ്. ഒരുത്തൻ്റെ ഒന്നും ഞാൻ പിടിച്ചു വാങ്ങിയിട്ടില്ല. എനിക്ക് പ്രാഗൽഭ്യം എന്നൊന്നും പറഞ്ഞ് ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ ഇരിക്കരുത്. ഒന്നിൻ്റെയും ഒരുത്തൻ്റെയും എൻ്റേതില്ല. എൻ്റെ കയ്യിൽ ആരുടെയും കണ്ണീര് വീണിട്ടില്ല. ഗ്ലോറി ഹല്ലേലൂയ. അല്ല പ്രിയരേ, നിൻ്റേത് അവൻ്റെ കൂടെ, നിൻ്റേത് അവൻ്റെ കൂടെ. നിനക്കുള്ളതെല്ലാം അവന് കൊടുക്ക തന്നതല്ല. എക്സസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ എല്ലാം തികഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പോകും? ഇല്ല. പക്ഷെ മനസ്സുണ്ട് എന്ത് ചെയ്യാം? പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കാൻ തയ്യാറാണ്. പാടാണ്, എളുപ്പമല്ല കേട്ടോ. പക്ഷെ പങ്കുവെച്ച ഭയങ്കര സന്തോഷമാണ്. ഈ നമുക്ക് കിട്ടുമ്പോഴാണോ? കിട്ടുമ്പം പ്ലഷറാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്കൊരാൾ ഒരു സാധനം കിട്ടി, അപ്പം നമുക്ക് എന്തോ ഉണ്ടായി? പ്ലഷറുണ്ടായി. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്ലഷറാണോ ജോയി ആണോ? ജോയിയാണ്. മനസ്സിലാകുന്നുണ്ട്? മറ്റൊരു സുഖമാണ്, മറ്റേതോ സന്തോഷം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരു ദിവസമുണ്ട്. എന്തോ ഒരു സന്തോഷമായിരുന്നറിയാം. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, സന്തോഷം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കയറി. അങ്ങ് ബംഗാളികളും ഇവരും. എൻ്റെ പൊന്നെ, ഒറ്റ ഒരെണ്ണത്തിൻ്റെ കൈ സാരിയില്ല, ചുരിദാറില്ല, പുതപ്പും ഇല്ല. വീട്ടിലിരുന്നെല്ലാം എടുത്തു കൊടുത്തു. ഓരോ തമിഴത്തിമാർ, തമിഴ് അക്കമാരും അമ്മമാരും അണ്ണന്മാരും എന്നോ സ്നേഹമായിരുന്നറിയാം. ഇപ്പോഴും അവർ ഞാൻ കരിയൊക്കെ കൊണ്ടുത്തരും. തമിഴ്നാട്ടിൽ പോയിട്ട് വരും, പൊന്നേരിയൊക്കെ. എന്നെ സ്നേഹം സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എന്തൊരു സന്തോഷമായിരുന്നറിയാം. വീട് നിറച്ച ആൾ, അവിടെ ആൾ, ഇവിടെ ആൾ, എല്ലായിടത്തും ആൾ. പക്ഷേ എന്തോ ഒരു സന്തോഷമാണ്. അത് തരുന്നത് ജോയിയാണ്. കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. കൂട്ടി വെച്ചവർക്കൊന്നും ഒരു സന്തോഷമില്ല. അവസാനം പോകുമ്പം കൊണ്ടുപോകത്തില്ല, നരകിച്ച് ചാകുകയും ചെയ്യും. കാരണം ഇത് വിട്ടുകൊടുക്കാൻ ഭയങ്കര. എന്നിട്ട് ഏറ്റവും വലിയ എന്താണെന്ന് അറിയോ? അമ്മച്ചിയുടെ ഏറ്റവും വലിയ, ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവൾ അനുഭവിക്കും, ആ വന്നു കയറിയ പെണ്ണേ. അതെനിക്ക് ഏറ്റവും വലിയ സങ്കടം. കൊണ്ട് പങ്ക് വെച്ചാലുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഈ വണ്ടിയിലൊക്കെ അന്ന് പറഞ്ഞാൽ പോലും ഉണ്ട്, ചിലരുണ്ട് ഗ്ലാസ് കയറ്റിയിട്ട് ആരും കേട്ടത്തില്ല. എന്നാ കാര്യം എന്നറിയാം? ഈ വലിയ വണ്ടിയിലൊന്നും കയറാത്തവരൊക്കെ നമ്മുടെ കാറിലൊക്കെ കയറിയ ഡോറൊക്കെ പട്ടോന്ന് അടയ്ക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു ഇടി വീഴും. ഈ ഡോറൊക്കെ പട്ടോന്ന് അടഞ്ഞു പോയാൽ അടുത്ത വണ്ടി വരും. ഇല്ലെങ്കിലും 15 വർഷം കഴിയുമ്പോൾ 50,000 കിലോമീറ്റർ വഴി അത് വിൽക്കും. 10 പേര് കയറി ഇരിക്കട്ടെ, 10 പേര് കയറി ഇരിക്കട്ടെ. കണ്ണ് നനഞ്ഞു പോയൊരു സംഭവമുണ്ട്. ഒരു വലിയ കാറ്, അതിൽ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരാളെ കൊണ്ട്, കോളനിയിലുള്ളൊരു അമ്മച്ചയെ കൊണ്ടുപോയിട്ട്, അമ്മച്ചി എന്തെന്നറിയാമോ? ആ സീറ്റേ കൂടെ ചവിട്ടി അങ്ങ് കയറി. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സന്തോഷം തോന്നിയത്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ. എൻ്റെ പൊന്നു പ്രിയരെ, പങ്കുവയ്ക്കാൻ ഇഷ്ടമാണോ? പങ്കുവയ്ക്കണ്ടേ? പങ്കുവയ്ക്കാൻ പ്രാർത്ഥിച്ച്. പങ്കുവയ്ക്കാനാണെങ്കിൽ നമുക്ക് ദൈവം ഒത്തിരി അവസരങ്ങളെ തരും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ട് അവസരം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഉടനെ സൊമാലിയിലൊന്നും പോകണ്ട. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തമ്പുരാൻ ഓരോന്നും പങ്കുവയ്ക്കാൻ ഒരവസരം തരും. ഞാൻ കൃപയാൽ ഒത്തിരി യാത്ര പോകുന്ന ഒരാളാണ്. ഈ അടുത്തിടെയായിട്ടൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ, ഞാൻ പെട്ടിയും കൊണ്ടൊക്കെ പോകും. പെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തിരിച്ച് വരുമ്പോൾ പെട്ടി നിറച്ച് സാധനം കാണും. എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സന്തോഷം കൊണ്ട് പറയുകയാണേ, എൻ്റെ ഒരു ഒറ്റ ലക്ഷ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഈ വരുന്നവർക്ക് ഞങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടും. ഈ സ്പ്രേയും അത് ഇതെല്ലാം ഞങ്ങൾ ആരോരുത്തർ കൊണ്ടുത്തരും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഭാര്യയെ പാത്ത് വെച്ചേക്കും. എന്തിനാണെന്നറിയാവോ? അച്ചാച്ചൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഇത് തികയത്തില്ല ഈ കൊണ്ടുവരുന്നു കൊടുക്കാൻ. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് കിട്ടിയത് മുഴുവൻ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നാലും ഭയങ്കര സന്തോഷമാണ്. അതങ്ങോട്ട് പെട്ടി തീർത്തിട്ട് കിടക്കാൻ എന്തൊരു സുഖമാണെന്നറിയാം. ഇല്ല, നമുക്കൊരു സ്വർഗം വരത്തില്ല. ഇത് തീർന്നില്ലെങ്കിലും 2 ദിവസം കഴിയുമ്പം ഈ ചെല്ല ഇതാണേ,
പിന്നെ വേലക്കാരിയും കൊണ്ടൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കും. എന്നാൽ അവൾക്ക് ഒരെണ്ണം കൊടുക്കത്തില്ല. എന്നിട്ട് അതെടുത്ത് പാത്ത് വെക്കും. കുറച്ച് കഴിയാൻ പൂത്ത് കളയും. ആ സമയം ആ രണ്ടെണ്ണം ആ വേലക്കാരത്തി പോകുമ്പോൾ വീട്ടിൽ കൊണ്ടിട്ട് അവിടെ പിള്ളേർ എന്തോ ഒരു സന്തോഷമായിട്ട് കട്ട്ലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് പൂത്ത് കളയരുത്. എന്തോ ചെയ്യണം? പങ്കുവയ്ക്കണം. പറഞ്ഞേ, കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, ആ പാക്കല്ല. പറഞ്ഞേ, പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കാൻ ഇഷ്ടമാണോ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തോ ചെയ്യാൻ തുടങ്ങി? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന എന്താ? ഗ്രാബിങ് നേച്ചർ മാറിയിട്ട് ഷെയറിങ് നേച്ചർ ഉണ്ടാകും. മറ്റേതെല്ലാം എനിക്കിങ്ങനെ മേടിക്കണം. ഒരു ചുരിദാറുണ്ട്, അയ്യോ എൻ്റെ പൊന്നെ, വെള്ളപ്പൊക്കത്തിലൊക്കെ ഓരോരുത്തരുടെ പോയത് 50 ചുരിദാർ 100 ചുരിദാറൊക്കെയാണ്. അതും ഈ സിൽക്കൊക്കെ അങ്ങോട്ട് പോയത് എന്നോ വിലയാണ്. കഷ്ടം തോന്നും. അങ്ങോട്ട് പങ്കുവെച്ചാലോ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. നിങ്ങൾക്ക് പങ്കുവെക്കുന്നതിൻ്റെ ജോയി എന്ന് പറയുന്നത്, ഞാൻ എല്ലാം തികഞ്ഞിട്ടൊന്നും പങ്കുവെച്ചൊന്ന് നിൽക്കുന്ന അങ്ങ് ആത്മീയനാണെന്ന് കരുതരുതേ. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, പങ്കുവെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ആ പങ്കുവെച്ചതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയിട്ടുള്ളവരൊന്ന് സ്വപ്നം ചെയ്തേ. ആ ഭയങ്കര സന്തോഷമാണ് അത്. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. കർത്താവേ, അന്നേരം പോക്കറ്റിൽ നല്ല പങ്കുവെച്ച് പോയാലും പോലും നമുക്കൊരു ദുഃഖം തോന്നത്തില്ല. ഭയങ്കര സന്തോഷമായിരിക്കും. കർത്താവേ, ആ റിയൽ ജോയി കൊണ്ട് പങ്കുവെക്കുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക്, പങ്കുവെക്കുന്ന സ്പിരിച്വാലിറ്റി, ഗ്രാബിങ് അല്ല ഷെയറിങ്. ഗ്രാബിങ് ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഫിലോസഫി. എത്ര കിട്ടിയാലും പിന്നെയും ഗ്രാബ് ചെയ്ത് വെക്കും. എത്ര ഷർട്ട് കിട്ടിയാലും തികയത്തില്ല, എത്ര മുണ്ട് കിട്ടിയാലും തികയത്തില്ല, പക്ഷെ ഒന്നും കൊടുക്കത്തില്ല. ചിലയിടത്തൊക്കെ കയറി ചെല്ലുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. ഷൂവിൻ്റെ എണ്ണി ഒരു 4 ലക്ഷം രൂപയുടെ ഷൂസ് ഇങ്ങനെ ഇരിക്കും. ഷൂവിൻ്റെ എല്ലാം കൂടെ വില കൂട്ടിക്കുക. എത്ര ലക്ഷം രൂപയുടെ ഷൂ കാണും? പങ്കുവെച്ചാൽ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, അത് ഈ ഷൂ മേടിച്ചാൽ കിട്ടുന്ന സുഖം ഇല്ല. ആ റിയൽ ജോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്. ഒരുമനപ്പെട്ടു. എന്ത് കുറഞ്ഞു? അകലം കുറഞ്ഞു. അകലം കുറയാൻ പ്രാർത്ഥിച്ച്. വീട്ടിലകലം, പിള്ളേരും അപ്പനും തമ്മിലില്ല. അതിനെ നമ്മളൊന്ന് വിളിക്കും ജനറേഷൻ ഗ്യാപ്പ്. പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങളുടെ വീട്ടിലെ, എൻ്റെ വീട്ടിലെ എല്ലാം ജനറേഷൻ ഗ്യാപ്പ് എല്ലാം കുറയും. പിള്ളേർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാവും. പരിശുദ്ധാത്മാവ് വന്നാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. തലമുറകൾ തമ്മിലുള്ള വെട്ടവും നികത്തുന്നു പോലും പരിശുദ്ധാത്മാവാ. സിബ്ലിംഗ് റിവൽറിയർ മാറാൻ തുടങ്ങും. എല്ലാ അകലങ്ങളും കുറയ്ക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് എൻ്റെ ഇടയിലെ അകലങ്ങളെല്ലാം കുറയ്ക്കണമേ. ദൈവസഭയ്ക്കകത്തെ അകലങ്ങളെ കുറയ്ക്കണമേ. ഒരുമനപ്പെട്ട ഒറ്റ ചങ്ങല നിൽക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപരിക്കാൻ പ്രാർത്ഥിച്ചേ. അത് മാത്രമല്ല കർത്താവേ, ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാൽ ഷെയർ ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം. ഇതിനകത്തൊന്നല്ല. ഇനി ഷെയർ ചെയ്യാൻ പറഞ്ഞു, അത് ഷെയർ ചെയ്യല്ലേ. അതൊരൊറ്റ കേക്കാണ്. ആ കേക്ക് എവിടെ ഷെയർ ചെയ്യണം? ആലയത്തിൽ നിന്ന് അവർ ഷെയർ ചെയ്തോളൂ, അത് അവരുടെ ജോലി. പക്ഷേ അല്ലാതെ എല്ലാം പങ്കുവെക്കുവാൻ കർത്താവ് വിളിച്ചേക്കുക. കർത്താവ്, ഞാൻ മരിക്കുമ്പോൾ ഒത്തിരി കൂട്ടി വെച്ചിട്ട് പോകാനല്ല, ഒത്തിരി ഷെയർ ചെയ്ത് പോകുന്ന ഒരു സന്തോഷം അനുഭവിക്കണേ. ഒത്തിരി കൂട്ടി വെച്ചിട്ട് മരിക്കുമ്പോൾ എന്തോ ചെയ്യാനാണ്? പക്ഷെ ഒത്തിരി ഷെയർ ചെയ്ത കിട്ടിയ ജോയിലേക്ക് പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് വലിച്ചുകൊണ്ട് പോകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പം ഒരു ഗുണം ഉണ്ടാകും പ്രിയരെ. ഷെയർ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ അനുഗ്രഹം എന്നാണെന്നറിയാമോ? പിന്നെയും വരുമ്പം കൂടുതൽ എന്തോ ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് കൂടത്തില്ല, പക്ഷെ ഷെയർ ചെയ്യുന്നതിൻ്റെ എന്ത് കൂടും? ആള് കൂടും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉറപ്പായിട്ട് നടക്കും. എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. നന്മയൊന്നും മുടക്കത്തില്ല. വിശ്വാസമുണ്ടോ? ഒന്നും മുടക്കത്തില്ല. മുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം നടന്നല്ലോ. എന്നാൽ പങ്കുവെച്ചേ, സന്തോഷം അനുഭവിച്ചേ. എല്ലാം പങ്കുവയ്ക്കുവാൻ, പങ്കുവയ്ക്കുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക്, റിയൽ ആൻഡ് ട്രൂ സ്പിരിച്വാലിറ്റി. ഗ്രാബിംഗ് സ്പിരിച്വാലിറ്റി അല്ല, ഷെയറിംഗ് സ്പിരിച്വാലിറ്റിയിലേക്ക്. കർത്താവെ, ഞങ്ങളെ നയിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ, ഞാൻ എൻ്റെ ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ പുതുവീഞ്ഞ് കുടിഞ്ഞ അനുഭവത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് സഹോദരി, ഒറ്റ കാര്യം കൊണ്ടാണ്. എൻ്റെ അകത്തൊരു കെട്ടിരിപ്പുണ്ട്, നിങ്ങളുടെ അകത്തെ കെട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന വീട്ടിലെയാണ്, ഞാൻ അങ്ങനെയൊന്നും ആകാൻ പാടില്ല.
പിന്നെ അവരൊക്കെ അങ്ങനെ ചുമ്മാ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇന്നടത്തെയല്ലേ, ആ കെട്ടങ്ങ് പൊട്ടണം. രണ്ട്, എനിക്ക് ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ, വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് അങ്ങനെയൊന്നും ആരാധിക്കാൻ പാടില്ല, ആ കെട്ടങ്ങ് പൊട്ടണം. രണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആകാവുന്ന പാരമ്പര്യം ചിട്ടപ്പെടുത്തിയ കെട്ടുകളൊക്കെ കൊണ്ട് പൊട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിനകത്തെല്ലാം കൊണ്ടുവന്നിട്ട് ഭയങ്കരമായ ഒരു ഷെയറിങ് കമ്മ്യൂണിറ്റി. അവരുടെ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അവരെൻ്റെ കണ്ണീരൊപ്പുന്ന, അവരെൻ്റെ വിശപ്പടക്കുന്ന, അവരെൻ്റെ വയറ് വന്നാൽ അത് എൻ്റെ കൂടെ വയറിൻ്റെ നൊമ്പരമായി മാറുന്ന ഷെയറിങ് സ്പിരിച്വാലിറ്റിയിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ. കർത്താവെ, അതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ സകല ആറ്റിറ്റ്യൂഡുകളെയും സകല മുൻവിധികളെയും ഇന്ന് പകലി ആത്മാവ് പൊട്ടിച്ച് ആ കെട്ടുകൾക്കകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടിടണമെന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് ആരാധിച്ചേ. എല്ലാവരും അല്പസമയം കർത്താവെ, എൻ്റെ ബുദ്ധിയുടെ കെട്ടുകൾക്കകത്തുനിന്ന്, എൻ്റേതെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ കെട്ടുകൾക്കകത്തുനിന്നല്ല എന്നെ പുറത്തു കൊണ്ടിരണേ. കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ആത്മാവിൽ സ്തുതിച്ച് എല്ലാ ബുദ്ധിയുടെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ഗ്രാബിംഗ് നേച്ചേഴ്സും യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. എല്ലാ സ്വാർത്ഥതയുടെ ദുഷ്ടതകളും യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. ഞാൻ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എന്റെ ലോകം പൊളിയട്ടെ. ഞാനും എന്റെ ഭാര്യ, എന്റെ മക്കളെന്നുള്ള എന്റെ കൊച്ചു ലോകം വലിയ ലോകമായി മാറണേ കർത്താവേ. അങ്ങനെ എന്റെ കൊച്ചു കുടുംബം വലിയ കുടുംബമാകട്ടെ. അതിനകത്ത് ഒത്തിരി പേർ കിടവുണ്ടാകട്ടെ, ഒത്തിരി പേർക്ക് മനസ്സിൽ സ്ഥാനം ഉണ്ടാകട്ടെ. അങ്ങനെ വലിയൊരു കൊല്ലിയ കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ കർത്താവേ. അതിനെന്റെ മനസ്സിനൊരു വിശാലത തരണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ ആത്മീയത വിശാലപ്പെടും. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ സ്പിരിച്വാലിറ്റി വിശാലപ്പെടും. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ സാമ്പത്തികം വിശാലപ്പെടും. ആറ്റിറ്റ്യൂഡ് മാറിയ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. സ്തോത്രം, 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 സ്തോത്രം. കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ശകന ദിഗ രഗദന ഹംതനെ റിബനെ ശകനെ റിഗലെ ഹംതനെ റിഗജെ റംദന ഹംതന ഉടയ മനയ ശകനെ റിഗ ലഗദന ഹർക്കനെ ദിബനെ ശംധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ എല്ലാ ഐഡിയാസിനെ പൊട്ടിക്കണമേ. ഞങ്ങളുടെ അകത്തിരിക്കുന്ന സകല ചിന്തകളെ പൊട്ടിക്കണേ കർത്താവേ. ഞങ്ങളുടെ അകത്തിരിക്കുന്ന പാരമ്പര്യ കെട്ടുകളെ പൊട്ടിക്കണേ കർത്താവേ. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റണേ. ഗ്രാബിംഗ് ആറ്റിറ്റ്യൂഡ് മാറണേ. ഷെയറിംഗ് നേച്ചർ തരണേ. പരിശുദ്ധാത്മാവോട് അത് മാത്രം പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച കർത്താവെ, ആ ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റണേ. മുട്ടുള്ളവനെ ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി ഞങ്ങളെ മാറ്റണേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റണേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റണേ കർത്താവേ. ചർച്ചകളെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ആദ്യ നൂറ്റാണ്ടിലേക്ക് മടങ്ങി വരട്ടെ. അകലങ്ങളില്ലാത്ത സഭകൾ, ഒരുമനപ്പെടുന്ന സഭ, ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന സഭ, ദിനംപ്രതി കൂടി വരുന്ന സഭ. ഞായറാഴ്ച യോഗങ്ങൾ എല്ലാ ദിവസങ്ങളായി മാറട്ടെ. ഞായറാഴ്ച മാത്രമുള്ള പതിവ് ചടങ്ങുകളുടെ ബന്ധനങ്ങൾ പൊട്ടിയിട്ട് അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാ ദിവസവും കൂട്ടായ്മകളായി. സ്വത്രം, 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 സ്വത്രം. അക്കദാര ഭൗഷ ബാല ഹംത രഗജ രബന ഘദന രിഗന രബന ഹത്ത രഗജ ശഗനെ. ഓ സ്വത്രം, 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 സ്വത്രം. 46 വാക്യം അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അപ്പൊ ആത്മാവ് അങ്ങോട്ട്, പരിശുദ്ധാത്മാവിന്റെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വന്ന ഈ ഞായറാഴ്ച യോഗമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് എല്ലാ ദിവസവും കൂട്ടായ്മകൾ നടക്കാൻ തുടങ്ങും. 365 ദിവസങ്ങളിലേക്ക് മാറും. ജനങ്ങൾ ഓടി വരാൻ തുടങ്ങും. കർത്താവേ, ഞായറാഴ്ചത്തെ 3 മണിക്കൂർ ബന്ധനങ്ങളെല്ലാം പോട്ടെ. സ്വത്രം, 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 സ്വത്രം.
ദഗന ശകന ദിഗന രഗല രഗജ രബന കഥന റിഗന രഗന ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി കദീര വാന ബൗഷ രബനെ ഹത്ത് റിഗജം രഗനം ദഗനം രഗജം. ആമേൻ 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 ആമേൻ. യുഡപാരകം തരഗജ റബലഘതന റിഗന. പിതാവേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കട്ടെ. എനിക്ക് കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ: 1, അകലങ്ങളില്ലാത്ത സഭ; 2, ഒരുമനപ്പെടുന്ന സഭ; 3, പങ്കുവയ്ക്കുന്ന സഭ; മുട്ടുള്ളവനില്ലാത്ത പോലെ. ഗ്രാബിങ് അല്ല, ഷെയറിങ് ആറ്റിറ്റ്യൂഡ്. ഷെയറിങ് ചർച്ച ഉണ്ടാകണമെങ്കിൽ ഷെയറിങ് ബിലീവേഴ്സ് ഉണ്ടാകണം. നമുക്ക് മാറ്റം ഉണ്ടാകും. നമ്മൾ സഭ മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ മാറിയ സഭയ്ക്ക് മാറ്റം ഉണ്ടാകും. സഭ മാറാനല്ല പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ഗ്രാഫിങ് എല്ലാം മാറി. പ്രിയരെ, ആത്മാവിൻ്റെ ഉണർവുണ്ടായപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ദിനംപ്രതി കൂട്ടായ്മയുണ്ടായി. ഞായറാഴ്ച ചിട്ടപ്പെടുത്തി ആരാനക്ക് അപ്പുറത്തേക്ക് നിർത്താൻ കഴിയാത്ത കൂട്ടായ്മകളിലേക്ക് മാറും. കൊതിച്ചേ